ഒരു ക്ലയന്റ് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഒരു ബ്രോക്കറുമായിട്ട് വെറും 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ക്ലയന്റ് നമ്മുടെ കൂടെ വരുമോ അതോ വേറെ ആരെങ്കിലും തെരഞ്ഞിട്ട് വീണ്ടും പോകുന്നു. കാരണം അത്രമാത്രമാണ് ഇപ്പോൾ നിലവിൽ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ബ്രോക്കേഴ്സിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിൻ്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനേക്കാളും കൂടുതലാണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിൻ്റെ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസി എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാവണം നമ്മൾ ട്രസ്റ്റ് വർത്തിയാണ്, നോളജബിൾ ആണ്, അയാൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുക്കാൻ പ്രാപ്തനാണ് നമ്മൾ എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അതൊരു 10 മിനിറ്റ് ഡിസ്കഷനിൽ തന്നെ അവരുടെ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്വസ്റ്റ്യൻസും ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ് ഈ മാർക്കറ്റ്. സോ മാക്സിമം നോളജ് ഗെയിൻ ചെയ്യുക, ട്രസ്റ്റ് വർത്തി ആയിട്ട് നിൽക്കുക, അതുപോലെ തന്നെ കറണ്ട് മാർക്കറ്റ് അഫയേഴ്സ് കൃത്യമായി വിലയിരുത്തുക, റിസർച്ച് അനാലിസിസ് ചെയ്യുക, അതുപോലെ തന്നെ റെന്റൽ ഇൻകംസിന്റെയും അതുപോലെ അപ്രീസിയേഷനെയും പറ്റിയിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാവുക. യു വിൽ ക്ലോസ് എ ബിഗ് ഡീൽ.